മായമ്മ എന്ന മൂവിയുടെ ഡയറക്ടറും DOP-യും ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ് നമ്മുടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ നമ്മുടെ സിനിമ ജൂൺ 7-ാം തീയതി റിലീസിന് ഒരുങ്ങുകയാണ്. എന്തൊക്കെ നമ്മുടെ സിനിമ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തുടങ്ങിയത് മുതൽ ഇപ്പം ജൂൺ 7-ന് റിലീസ് നിശ്ചയിച്ച് ഈ നിമിഷം വരെയും വളരെ നല്ല ദൈവാധീനത്തിൻ്റെ മാത്രം ബേസിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പിന്നെ ഏകദേശം ഒരു 3.5 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് നടന്നു തുടങ്ങിയിട്ട് അങ്ങനെ പിച്ച വെച്ച് ഈ ഒരു പൊസിഷനിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്. നേരത്തെ കുറച്ച് ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലൊരു സിനിമ എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വന്നപ്പോൾ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ആയിട്ടുള്ള അദ്ദേഹമായിട്ട് ഞാനത് ഷെയർ ചെയ്തപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല, എല്ലാത്തിനും കൂടെ ഉണ്ട് എന്നാണ്. അപ്പോഴും പിന്നെ നമ്മൾ രണ്ടുപേര് മാത്രം പോരല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെല്ലാം കൂടെ അനിൽ സാറിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അനിൽ സാറ് ധൈര്യമായിട്ട് ഇറങ്ങുക. പിന്നെ പഴയൊരു പുലിയാണ്, പഴയല്ല ഇപ്പോഴും പുലി തന്നെയാണ്. പിന്നെ പണ്ട് ഒരുപാട് സീരിയലുകൾ ചെയ്ത് പിന്നെ നമ്മുടെ അനിൽ ബാബു സാറിൻ്റെ ചീഫ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങളെക്കാളൊക്കെ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയറായിട്ടുള്ള ആളാണ്. അപ്പം ആ ഒരു ഞങ്ങൾ പേഴ്സണലായിട്ട് ചേട്ടനും ഒക്കെയാണ് വിളിക്കാറെങ്കിൽ പോലും നമ്മൾ ഒഫീഷ്യലായിട്ട് ഇപ്പോഴും സാർ എന്ന് തന്നെ വിളിക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട ധൈര്യങ്ങൾ തന്ന് ഇതാക്കി മുമ്പോട്ട് നീങ്ങിയപ്പോൾ പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഒരു അസുഖം എനിക്ക് നേരത്തെ ഉണ്ട്. അപ്പം ഞാൻ ആൾറെഡി ഒരു സബ്ജക്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നവീനായിട്ട് ഷെയർ ചെയ്തു, സംസാരിച്ചു. അത് കഴിഞ്ഞ് സാറുമായിട്ട് ഷെയർ ചെയ്തു, സംസാരിച്ചു. അപ്പം ഓക്കെ, നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ അടുത്ത ഘട്ടം എന്താണ്? സാമ്പത്തികം. അതെവിടെ നിന്ന് പോകും എന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു 5-6 സുഹൃത്തുക്കൾ ചേർന്ന് പിന്നെ കുറച്ച് പൈസ വീതമൊക്കെ ഷെയർ ചെയ്ത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി. അങ്ങനെ പിന്നെ മായമ്മ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു കോമൺ സുഹൃത്ത് രാജശേഖരൻ നായർ എന്നുള്ളൊരു വ്യക്തിയാണ് അതിൽ മുൻകൈയെടുത്ത് നിങ്ങൾ ചെയ്തോ, ഞാൻ പുറകിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് പുള്ളിയുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ എന്നല്ല, കൂട്ടായ്മയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ നല്ല 4 പാട്ടുകളുണ്ട്. അപ്പോൾ അത് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള പാട്ടുകളാണ്. ലിറിക്സും എല്ലാം ഞാനല്ല, 3 സോങ് ഞാനാണ് എഴുതിയത്. പിന്നെ ഒരു സോങ് എഴുതിയത് നമ്മുടെ തന്നെ ഒരു സുഹൃത്താണ്, ഒരു ഉമേഷ് എന്നുള്ളൊരു കക്ഷി. ഒരു നാവൂർ പാട്ട്, ഒരു പുള്ളുവൻ പാട്ട്, ഒരു അഷ്ടനാഗക്കളം പാട്ട്, പിന്നെ ഒരു ലവ് സോങ്. അതൊരു സെമി ക്ലാസിക്കൽ സോങ്ങാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചതിൻ്റെ അനുഭവം അദ്ദേഹം പറയും. പിന്നെ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതിൻ്റെ കഥ അനിൽ സാറ് പറയും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അപ്പം നവീന് പറയാനുള്ള എന്താണെന്നുള്ളത് കാത്തുന്നു. ഓക്കെ. അല്ല, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സ്ക്രിപ്റ്റിൻ്റെ തുടക്കം മുതൽ, കഥ ഉണ്ടാക്കുന്നത് മുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുക്കുമൂലയെല്ലാം എനിക്കറിയാമായിരുന്നു, കാണാപ്പാടമായിരുന്നു. അപ്പം പുള്ളി ഒരു സംഭവം പറയുമ്പോൾ തന്നെ എനിക്ക് ഇന്നതാണ് സാധനം, നമ്മളത് അപ്പോഴത്തന്നെ മനസ്സിലാവുന്നു, കണക്റ്റായി. പിന്നെ അതിൻ്റെ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ പഴയ കാലഘട്ടമാണ്. അപ്പോൾ അത് നമ്മൾ കുറേയൊക്കെ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യേണ്ടി വരും. ഫ്രെയിം വെക്കുമ്പോൾ അതിൽ പുതിയ സാധനങ്ങളൊന്നും വരാൻ പാടില്ല, മൊബൈൽ വരാൻ പാടില്ല. എന്നിട്ട് മൊബൈൽ വന്നു, നമ്മൾ മായ്ക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അത് ഈ മൊബൈൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ കുറേ കൂടെ പഴയ കാലഘട്ടമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് കിട്ടിയ വീടുകളൊക്കെ ടൈലിട്ട വീടുകളായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാലഘട്ടം കുറച്ച് മുന്നിലേക്ക് മാറ്റി. അതിൽ അപ്പം അങ്ങനെ
ഞാൻ എന്താ പറഞ്ഞത്? സ്ക്രിപ്റ്റിൻ്റെ മൊബൈലിന് തൊട്ട് മുമ്പേയുള്ള കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഫ്രെയിമുകൾ വെക്കുമ്പോൾ അപ്പോൾ നമുക്കത് കുറച്ച് നോക്കിക്കണ്ടുമൊക്കെ ചെയ്യേണ്ടി വന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ പടങ്ങളിലൊന്നും ഈ പഴയ ഈ പാടവും അങ്ങനത്തെ കാവുകൾ, അമ്പലം, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പം പുതിയ തലമുറയ്ക്കൊന്നും അത് അറിയില്ല. അപ്പോൾ അവർക്കത് കാണാനുള്ളൊരു അവസരം കൂടിയാണ് നമ്മുടെ ഈ സിനിമ. നമ്മളങ്ങനെയുള്ള ലൊക്കേഷനുകൾ കണ്ടെത്തി വർക്കലയും ഭാഗത്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അമ്പലത്തിൻ്റെ സിറ്റുവേഷൻ, അമ്പലത്തിലെ കാവ്, നാഗക്കളം, ഇതൊക്കെ പഴയ തലമുറയ്ക്ക് അറിയാം. കുറേ ഫാമിലീസിന് നന്നായിട്ട് അറിയാമെന്നുള്ള ആൾക്കാർ, പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ അവർക്കൊക്കെ കൂടെ അവർക്ക് കാണാനൊരു അവസരം കൂടിയാണ്. അങ്ങനെ ഉദ്ദേശിച്ച് നല്ലതായിട്ട് ചെയ്തു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇതിലോട്ട് അതെ, എനിക്ക് പറയാനുള്ളത്, ഇവർ ഇങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് സമീപിച്ചു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളെ സബ്ജക്റ്റ് പഴയ ഒരു കാലഘട്ടത്തിൻ്റെതാണ്. കാരണം ഇപ്പോഴത്തെ ന്യൂജൻ സിനിമയുടെ ഒരു അവസ്ഥയിലല്ല നമ്മൾ നിൽക്കുന്നത്. അതാദ്യം നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് അവർ മനസ്സിലാക്കാൻ തയ്യാറായിരുന്നു. കാരണം വെച്ചാൽ അവർ പറയുന്ന സബ്ജക്റ്റിനെ പറ്റി രമേശ് ചേട്ടൻ്റെ കൃത്യമായ ബോധം ഉണ്ടായിരുന്നു. ഓരോ ഡയലോഗിനെ പറ്റിയും കൃത്യമായൊരു ബോധം ഉണ്ടായിരുന്നു. അപ്പം നവീനാണെങ്കിൽ കൃത്യമായിട്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആദ്യമേ വർക്കൗട്ട് ചെയ്തു. പിന്നെ അപ്പം എനിക്ക് ജോലി എളുപ്പമായി. പിന്നെ കാരണം വെച്ചാൽ പിന്നെ നമ്മളിത് ചെയ്യാൻ തീരുമാനം എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ജോലി ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലോട്ട് തന്നെ പോയി. അപ്പം അത്രയും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തതും. അത് ലൊക്കേഷനായിരുന്നാലും ഇതിലെ ഏത് കാര്യവും, കാരണം ഒരു A to Z ഒരു സിനിമ എങ്ങനെ ചെയ്യണം എന്ന് സത്യത്തിൽ നമ്മൾ തന്നെ ചെയ്തു. ഞങ്ങൾ ഇനി ഒരാളുകളുണ്ട്, റാഫി എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടറുണ്ട് നമ്മളുടെ. ഇദ്ദേഹം ഞങ്ങൾ 4 പേര് അത്രയും കഷ്ടപ്പെട്ടു. അതിന് റിസൾട്ട് ദൈവം തരും എന്നുള്ള അതെ ഇപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് നല്ല പാട്ടുകൾ, നല്ല സോങ്ങുകൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം അനുഭവിക്കുന്നത്, കേൾക്കുന്നതല്ല അനുഭവിക്കുന്നത്. അത് വിഷ്വലി ആയിരുന്നാലും നമ്മളെ കേൾവിയിലൂടെ ആയിരുന്നാലും കുറേ നിങ്ങൾക്ക് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും, മലയാളികൾ ഇഷ്ടപ്പെടും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അത് എഴുതിയ രമേശ് ചേട്ടൻ, എനിക്ക് സന്തോഷം കൊണ്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും എടുത്ത എഫേർട്ട് അത് സക്സസ് ആവുമെന്ന് ഞാൻ കരുതുന്നു.